ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബർത്ത്ഡേ റിട്ടേൺ ഗിഫ്റ്റിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഇത് എഡിറ്റ് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കസ്റ്റം സൈസ് സെലക്ട് ചെയ്ത് നമുക്ക് ഏത് സൈസിലാണോ ആ ഒരു കാർഡ് വേണ്ടത് ആ സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ അതിൻ്റെ യൂണിറ്റ് ഇഞ്ചസ് ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് വിഡ്ത്ത് ആയിട്ട് 3.5ഉം അതുപോലെ ഹൈറ്റ് ആയിട്ട് 4.5ഉം ആണ് കൊടുക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള അളവ് കൊടുത്തിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ ഡിസൈൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ കുറേ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ടൈപ്പ് ഡിസൈനാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് എലമെന്റ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള കുറേ ഫ്രെയിംസിൻ്റെ ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. ഞാൻ ഈ ഒരു റൗണ്ടിൽ ഡിസൈൻ വരുന്ന ടൈപ്പാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അപ്ലോഡ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ഫോട്ടോ ആണോ ആ കാർഡിൽ വെക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് അതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ അതിലേക്ക് ആഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് അത് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ആദ്യം ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളൊരു ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. അതൊന്ന് സൈസ് എല്ലാം കറക്റ്റ് ആക്കി ഫോണ്ട് കൂടെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്തിട്ട് ആ ഫോട്ടോയുടെ മേലെ കൊണ്ടുവെക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ആ ടെക്സ്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴെ കളേഴ്സിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കതിൻ്റെ കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിവിടെ ഒരു ഡാർക്ക് ബ്രൗൺ കളറാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങളതിന് മാച്ച് ആയിട്ടുള്ള ഒരു കളർ സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ആ ടെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ആ ഫോട്ടോയുടെ താഴായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ആ ആളുടെ നെയിം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലും സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇതോടെ എഡിറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വരുന്ന സേവ് ഓപ്ഷനിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ആ ഒരു ഫോട്ടോ സേവ് ആയിട്ട് കിട്ടും. എന്നിട്ടത് ബാക്ക് അടിച്ച് ഹോം പേജിലേക്ക് പോയിട്ട് ഒരു A3 ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യണം. A3 ഡോക്യുമെൻ്റ് ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അപ്പോൾ വീണ്ടും ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് ഓപ്പൺ ആയി വരും. അതിലേക്ക് നമ്മൾ നേരത്തെ സേവ് ആക്കി വെച്ച ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ഷീറ്റിൽ നമുക്ക് എത്രണ്ണാണോ വേണ്ടത് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ആ ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മേലെ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഈ ഒരു ഷീറ്റിൽ 14 കാർഡ്സ് വരുന്ന പോലെയാണ് സെറ്റ് ആക്കുന്നത്. നിങ്ങൾക്കത് ഏത് സൈസിലാണോ വേണ്ടത് അതുപോലെ ഒരു ഷീറ്റിൽ എത്ര കാർഡ്സ് ആണോ വേണ്ടത് അതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയായ നമ്മൾ എഡിറ്റിംഗ് സെക്ഷൻ ഇതോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന് സേവ് ആക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഏരോ വരുന്നുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ റൈറ്റ് സൈഡിൽ മുകളിലോട്ടായിട്ട് വരുന്ന ഒരു ഏരോയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ PDF ഓപ്ഷൻ സെറ്റ് ചെയ്തിട്ട് സേവ് ചെയ്തെടുക്കുക. ആ വാട്സപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അത് ആർക്കാണോ അയച്ചു കൊടുക്കേണ്ടത് അതിലേക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്രിൻ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അത് എന്നിട്ട് ഓരോ കാർഡ്സ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ ആദ്യം ഒരു നോർമൽ കത്രിക വെച്ചാണ് കട്ട് ചെയ്ത് കൊടുത്തത്. അത് കുറച്ചധികം പണിയായതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു A4 കട്ടർ ഉപയോഗിച്ചിട്ടാണ് ബാക്കി കട്ട് ചെയ്തെടുത്തത്. അങ്ങനെ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൽ ഗിഫ്റ്റായിട്ട് വെക്കാനുള്ള കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം. കുട്ടികൾക്കെല്ലാം ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് പെൻസിൽസ് ആണ് ആദ്യം തന്നെ വെക്കുന്നത്. ക്ലാസ്സിലെ കൂട്ടുകാർക്ക് കൊടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ്. പിന്നെ അടുത്തതായിട്ട് ഷാർപ്നെസ് ആണ് ആഡ് ആക്കുന്നത്. അതും കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. പിന്നെ 2 ടൈപ്പിലായിട്ട് ക്യാൻഡീസ് ആണ് ഇതിൽ വെക്കുന്നത്. പിന്നെ ടീച്ചേഴ്സിന് സ്പെഷ്യലായിട്ട് ക്യാൻഡിക്ക് പകരം ചോക്ലേറ്റ് ആണ് വെക്കുന്നത്. അതുപോലെ പെൻസിലിന് പകരമായിട്ട് പേനയും ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ എങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കുന്നതെന്നും കൂടെ ഒന്ന് നോക്കാം. ഇതുപോലൊരു ഹോൾ ഇട്ടിട്ട് ആദ്യം പെൻസിൽ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ക്യാൻഡീസ് എടുത്തിട്ട് സ്റ്റാപ്ലർ വെച്ചിട്ട് അതിൽ പിൻ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റായിട്ട് ആ ഷാർപ്നറിൽ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചൊടുക്കുകയും കൂടെ ചെയ്താൽ അതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവും. ഇതേപോലെ തന്നെയാണ് ടീച്ചേഴ്സിൻ്റെ കാർഡും സെറ്റ് ചെയ്യേണ്ടത്. അതിൽ പെൻസിലിന് പകരം പെന്നാണല്ലോ ആഡ് ആക്കിയിട്ടുള്ളത്. ടീച്ചേഴ്സിന് അതായിരിക്കുമല്ലോ കുറച്ചുകൂടെ ഹെൽപ്ഫുൾ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അത് വെച്ചിട്ടുള്ളത്. പിന്നെ ക്യാൻഡീസിന് പകരം ചോക്ലേറ്റും കൂടെ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇനിയും ഏതിൻ്റെങ്കിലും വീഡിയോ ഇതുപോലെ വേണമെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.